ഗോക്കളെ മേച്ചും കളിച്ചും ചിരിച്ചും കേളികളാടി വനമാലി. വിശക്കുന്ന നേരം പശുവിനകിട്ടിലേ പാൽ മുത്തി കുടിച്ചു കൈതവശാലി ആന്തോളനം. സർഗം സിനിമയിലെ ഈ ഗാനം പശുക്കളെ കാണുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തും. ഇനി ഈ പാട്ടിനിവിടുത്തെ പ്രസക്തി എന്താണെന്ന് ഞാൻ പറയാം. ഞാനിന്ന് നിൽക്കുന്നത് കേരളത്തിലെ ഏറ്റവും വലിയ ഹൈടെക് ഡയറി ഫാമിലാണ്. നാട്ടിൽ ഒരു പശുവിനെ വളർത്തുവാൻ ഒരു കുടുംബം രാപ്പകൽ അധ്വാനിക്കുമ്പോൾ 300 പശുക്കളെ പരിപാലിക്കുവാൻ വെറും 10 പേർ മാത്രം വേണ്ടിവരുന്ന സ്വീഡൻ സാങ്കേതിക വിദ്യ നിങ്ങൾക്കും കാണേണ്ടേ? ഒരു സംരംഭകൻ തീർച്ചയായും സന്ദർശിക്കേണ്ട ഇടം, ഒരു രക്ഷകർത്താവ് തീർച്ചയായും കുട്ടിയെ കാണിക്കേണ്ട ഇടം, ഒരു വിനോദയാത്ര കാഴ്ചകൾക്കപ്പുറം അറിവിന്റെ വാതിലുകൾ തുറക്കുന്ന ഇടം. എല്ലാവർക്കും കൊല്ലം ജില്ലയിലെ ചാത്തന്നൂരിനും പരവൂരിനും പാരിപ്പള്ളിക്കുമിടയിൽ ചിറക്കരത്താഴത്ത് സ്ഥിതി ചെയ്യുന്ന JK ഡയറി ഫാമിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇവിടെ പ്രധാനമായും 2 ഗോശാലകളാണ് ഉള്ളത്. ഇതാണ് ഒന്നാമത്തെ ഗോശാല. ഇവരാണ് പ്രൊഡക്ഷൻ ടീം അഥവാ പാൽ നൽകുന്ന ആൾക്കാർ. ഗോശാല 2-ൽ കറവ പറ്റിയ പശുക്കളും പശുവിന്റെ കുട്ടികളുമാണ്. നമുക്ക് ആദ്യം ഈ ഫാമിലെ ഹൈ ടെക്നോളജി എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്ന്, ഇവിടുത്തെ ഈ സുന്ദരികൾക്ക് നൽകിയിരിക്കുന്ന സൗകര്യങ്ങൾ. ഈ സ്ട്രക്ചറിന്റെ പൊക്കം കണ്ടോ? 21 അടിയുണ്ട്. വെളിച്ചവും വായുവും സുഖമായി കടക്കും. റൂഫിംഗ് ഷീറ്റ് അലൂമിനിയം ആണ്. വെയിലിന്റെ കാഠിന്യം വളരെയേറെ കുറയ്ക്കുന്നുണ്ട്. ഡയറി ഫാനുകൾ ഉഷ്ണവായുവും ഉച്ഛ്വാസവായുവും പുറന്തള്ളി നല്ല വായു അകത്തേക്ക് കടത്തിവിടുന്നു. താപനിലയെ നിയന്ത്രിക്കുവാൻ മിസ്റ്റ് സ്പ്രേയർ ഉണ്ട്. കെട്ടിയിടക്കമില്ല. സർവ സ്വതന്ത്രരായി കറങ്ങി നടക്കാം. അപ്പന ക്ലീനിങ് ആണ്. ഇതിനായി കൗ ബ്രഷ് ഉണ്ട്. കഴുത്തിലണിഞ്ഞിരിക്കുന്ന ID സെൻസർ അവരുടെ ഓരോ ചലനങ്ങൾ അറിയുവാൻ ഉപയോഗിക്കുന്നു. ചെവിയിലണിഞ്ഞിരിക്കുന്ന ID കാർഡ് അവരുടെ പൂർണ്ണ വിവരങ്ങൾ നൽകുവാൻ ഉപയോഗിക്കുന്നു. നമുക്കുള്ള ആധാറിനേക്കാളും വിവരങ്ങൾ അതിലടങ്ങിയിരിക്കുന്നു. ഇവിടുത്തെ രണ്ടാമത്തെ പ്രത്യേകത 5 സ്റ്റാർ ഫുഡിംഗ് ആണ്. ഇവിടെ ഇപ്പോൾ ഫുഡ് എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. ഇതാണ് TMR വാഗൺ, ടോട്ടൽ മിക്സ്ഡ് റേഷൻ വാഗൺ. സമയാസമയങ്ങളിൽ ഹോട്ടലിൽ റൂം സർവീസ് ബോയിയെ പോലെ ഈ വാഗൺ എത്തും. ഇവർക്ക് ഫുഡ് തയ്യാറാക്കുന്നത് ഒരു പ്രത്യേക രീതിയിലാണ്. പുല്ല്, കൈത, ചോളച്ചെടി ഇവയൊക്കെ ചോപ്പറുകൾ ചെറിയ തുണ്ടുകളാക്കുന്നു. ഇവയോടൊപ്പം സോയാ പിണ്ണാക്ക്, ചോളപ്പൊടി, ഗോതമ്പിന്റെ തവിട്, ബേക്കിംഗ് സോഡ, കാൽസ്യം കാർബണേറ്റ്, സോൾട്ട്, ഈസ്റ്റ് ഇതെല്ലാം കൂടി കൂട്ടിക്കുഴച്ച് ലാലേട്ടൻ പറയുന്നത് പോലെ ഒരു ലാമ്പി വാഗൺ ഈ വിദേശ സുന്ദരികൾക്ക് നൽകുന്നു. കറവയുള്ളവർക്ക് 37 കിലോയും കറവയില്ലാത്തവർക്ക് 25 കിലോയുമാണ് നൽകുന്നത്. പശുക്കുട്ടികൾക്ക് പ്രത്യേകം ബേബി ഫുഡ് ഉണ്ട്.
മൂന്നാമതായി മിൽക്കിംഗ് പാർലറാണ്, പാല് കറക്കൽ കേന്ദ്രം. ഹെറിംഗ് ബോൺ അഥവാ മീൻമുള്ളിന്റെ ആകൃതിയിലാണ് ഇതിന്റെ നിർമ്മാണം. 16 പശുക്കളെ ഒരേ സമയത്ത് കറക്കുവാൻ കഴിയും. 650 പശുക്കൾക്ക് ഈ പാർലർ ധാരാളമാണ്. ഇവിടെ ചില പ്രോട്ടോകോളുകളുണ്ട്. മിൽക്കിങ്ങിന് വരുന്ന പശുക്കളെ ആദ്യം വീര്യം കുറഞ്ഞ അണുനാശിനിയിൽ മുലക്കാമ്പുകൾ മുക്കി തുടച്ചു വൃത്തിയാക്കും. പിന്നീട് കുറച്ചു പാൽ പിഴിഞ്ഞു കളയും. അതിനെ തുടർന്ന് ക്ലസ്റ്റർ ഘടിപ്പിക്കുന്നു. വാക്വം സ്വിച്ച് ഓൺ ആക്കുന്നു. പാല് നേരെ 2000 ലിറ്റർ കപ്പാസിറ്റിയുള്ള ബൾക്ക് മിൽക്ക് കൂളറിലേക്ക് പോകുന്നു. ഈ പാല് പിന്നീട് പാക്കിംഗ് യൂണിറ്റിലെ ചേംബറുകളിലേക്ക് പോകുന്നു. ഇത് മിനിറ്റിൽ 40 ഹാഫ് ലിറ്റർ പാക്കറ്റ് എന്ന രീതിയിൽ തയ്യാറാകുന്നു. അതിനുശേഷം വിപണനത്തിന് കൂളിംഗ് റൂമിൽ സൂക്ഷിക്കുന്നു. ഇവിടെ നിന്ന് മനസ്സിലാക്കുവാൻ കഴിഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി ഞാൻ പറയട്ടെ. ഇന്ന് കേരളത്തിൽ ലഭിക്കുന്ന പ്യുവർ നാച്ചുറൽ മിൽക്ക് ഇവിടുത്തേതാണ്. ഒരു പ്രിസർവേറ്റീവും ഉപയോഗിക്കുന്നില്ല. പാലിലെ വിലകൂടിയ ക്രീം നീക്കം ചെയ്യുന്നില്ല. കൊഴുപ്പ് കൂട്ടുവാൻ പാൽപ്പൊടി ചേർക്കുന്നില്ല. കരസ്പർശം ഏൽക്കാത്തത് കൊണ്ട് ബാക്ടീരിയ കണ്ടന്റ് ഇല്ല. അതായത് ബെസ്റ്റ് മിൽക്ക് ഓഫ് കേരള ഫ്രം ബെസ്റ്റ് ഡയറി ഫാം എന്ന് പറയേണ്ടി വരും. നാലാമത്തെ കാര്യം, 24 മണിക്കൂറും ഇവയ്ക്ക് വൈദ്യസഹായം ലഭിക്കുന്നു എന്നതാണ്. ഇവിടുത്തെ ഈ പ്രൊഡക്ഷൻ ടീമിന്റെ അനാരോഗ്യം കൂടുതലായി കണ്ടുപിടിക്കുന്നത് മിൽക്കിങ്ങിന് ശേഷമാണ്. ക്ലസ്റ്ററുകൾ നീക്കം ചെയ്താൽ ഹെഡർ ബാർ താനെ തുറക്കും. കറവയ്ക്ക് ശേഷം വേറൊരു വഴിയിലൂടെയാണ് ഇവർ കടന്നു പോകുന്നത്. ആക്ടിവിറ്റി കുറഞ്ഞ പശുക്കൾ സെഗ്രിഗേഷൻ ചേംബറിൽ ഓട്ടോമാറ്റിക്കായി വേർതിരിയുന്നു. ഇവയെ ഡോക്ടർ പരിശോധന നടത്തുകയും ചികിത്സിക്കുകയും ചെയ്യുന്നു. സെഗ്രിഗേഷൻ ചേംബറിൽ സെപ്പറേറ്റ് ചെയ്യപ്പെട്ട ഒരു പശുവിനെയാണ് ഇവിടെ ഇപ്പോൾ ട്രീറ്റ്മെന്റ് ചെയ്യുന്നത്. ഇതിവിടുത്തെ ഡോക്ടർ ജോർജ് ആണ്. മിൽമ റിട്ടയർഡ് ആണ് അദ്ദേഹം. ഇവർ ഇദ്ദേഹത്തിന്റെ അസിസ്റ്റന്റുകളുമാണ്. അഞ്ചാമതായി ഇവിടുത്തെ വേസ്റ്റ് മാനേജ്മെന്റ് ഒന്ന് കാണാം. ഇതാണ് ഡങ് സ്ക്രാപ്പർ. ചാണകത്തെ ഇടവേളകളിൽ ഇത് നീക്കം ചെയ്യുന്നു. ഇത് ഡ്രെയിനേജ് വഴി വളക്കുഴികളിലേക്കും അവിടെ നിന്ന് ബയോഗ്യാസ് പ്ലാന്റുകളിലേക്കും എത്തിക്കുന്നു. ഇന്ത്യയിലെ രണ്ടാമത്തെ സ്വകാര്യ ബയോഗ്യാസ് പ്ലാന്റ് ഇവിടെയാണ്. ഈ ബയോഗ്യാസ് ഉപയോഗിച്ചാണ് ഇവിടുത്തെ പ്രവർത്തനത്തിനുള്ള ഇലക്ട്രിസിറ്റി ഉണ്ടാക്കുന്നത്. ചാണകം ജൈവവള പാക്കറ്റുകളിലേക്ക് പോകുന്നു. സ്ലറി ആവശ്യാനുസരണം ടാങ്കറുകളിൽ കൃഷിസ്ഥലങ്ങളിലേക്ക് പോകുന്നു. വെള്ളം
റീസൈക്കിൾ ചെയ്ത് വീണ്ടും ഫാമിൽ ഉപയോഗിക്കുന്നു. അവസാനമായി ഫാം ടൂറിസമാണ്. ഈ കാണുന്നത് മംഗലശ്ശേരി തറവാടല്ല. ഇത് നീലകണ്ഠനുമല്ല. ഇവിടെ നിങ്ങൾക്ക് ഫാം സ്റ്റേ ചെയ്ത് പശുക്കളെ കാണാം, പഠിക്കാം. സ്റ്റേ ചെയ്യാതെയുള്ള സന്ദർശനവും സാധ്യമാണ്. കോണ്ടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഇവിടുത്തെ ഓരോ സ്റ്റാഫും പശുവിനെ പറ്റിയുള്ള വിക്കിപീഡിയകളാണ്. അതിനുപരി അറിവ് സ്നേഹത്തോടെ പകർന്നു തരുവാനുള്ള അവരുടെ മനസ്സ് പ്രശംസനീയവും. എന്തായാലും JK ഫാം നമ്മുടെ സമയത്തിനായി കാത്തിരിക്കുകയാണ്. വളരെ വ്യത്യസ്തമായ ഒരു യാത്രാനുഭവം നിങ്ങൾക്കും ഉണ്ടാകട്ടെ. എല്ലാവർക്കും നന്ദി, നമസ്കാരം.